ഏ ആ ആഹാ അടിപൊളി സാധനങ്ങളാണല്ലോ. ഇതിനകത്ത് 2 കാര്യമുണ്ടോ? 3 കാരി 3 അണ്ടികളി. ആഹാ വലിയ കാര്യം ആണോ? ഒന്നെടുത്ത് ചാടിപ്പോകരുത്. നമ്മൾ പിടിച്ചോണ്ട് വന്നിട്ട്. ഇത് ഇത്ര വലിപ്പമുള്ളതൊക്കെ അല്ലേ? അത് ശരി. മറ്റേ അണ്ടികൾക്ക് വലിപ്പം ഉണ്ടല്ലോ അല്ലേ? ചാടിപ്പോയാൽ അവൻ ഇത് ഇത്ര വലിപ്പമുണ്ട്. ഒരു നമ്മുടെ കരിമീൻ്റെ വലിപ്പമുണ്ട്. അത് ശരിയാ. ഇതെപ്പം തുടങ്ങിയതാ? ഞാനിപ്പോ ഒരു 15-20 മിനിറ്റ്. നമസ്കാരം പ്രിയ കൂട്ടുകാരെ, ഞാനിപ്പോൾ നിൽക്കുന്നത് പുതുപ്പള്ളി കവലയിലാണ്. ശരിക്കും പറഞ്ഞാൽ ഇന്നത്തെ ദേശീയ പണിമുടക്ക് ഒരു ബന്ദിന്റെ പ്രതീതിയാണ് പുതുപ്പള്ളിയെ സൃഷ്ടിച്ചിരിക്കുന്നത്. കാരണം ഇന്നിവിടെ കവലയിൽ ഒരു കട പോലും തുറന്നിട്ടില്ല. നമുക്ക് ഈ പുതുപ്പള്ളി കവല മുഴുവൻ ഒന്ന് കാണാം. ഇത് വെട്ടത്ത് കവലയാണ്. ഇവിടെ ഒരു കട പോലും തുറന്നിട്ടില്ല. അവിടുന്ന് നമ്മൾ ചാലങ്കപ്പടിക്ക് പോയാലും ഇവിടെയൊന്നും ഒരു കട പോലും തുറന്നിട്ടില്ല. ഇത് നിലയ്ക്കപ്പള്ളിയുടെ അവിടെയാണ്. ഇവിടെ സൂപ്പർ മാർക്കറ്റ് അടക്കം ഒന്നും തുറന്നിട്ടില്ല. വിജനമാണ് തീർത്തും പുതുപ്പള്ളി കവല. ചെറിയ വാഹനങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഓടുന്നുണ്ട്, അത് മാത്രമേ ഉള്ളൂ. ഇത് പുതുപ്പള്ളി ബസ് സ്റ്റാൻഡാണ്. ഇവിടെയും കടകൾ ഒന്നും തുറന്നിട്ടില്ല. ബസ് സ്റ്റാൻഡിൻ്റെ അകത്തും ഒന്നും ആൾക്കാരൊന്നുമില്ല. പിന്നെ നമ്മൾ പുതുപ്പള്ളി കവലയിലേക്ക് വന്ന ഇവിടുത്തെ പെട്രോൾ പമ്പ് ഒക്കെ അവധിയാണ്. പിന്നെ പുതുപ്പള്ളി കവലയിലേക്ക് എത്തിയാൽ ഇവിടെ 2 പോലീസുകാർ മാത്രമുണ്ട്. 1-2 പേരൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുന്നുള്ളൂ. തീർത്തും വിജനമാണ് പുതുപ്പള്ളി കവല. ഒരു ശരിക്കും നല്ലൊരു ഹർത്താലിൻ്റെ പ്രതീതി തന്നെയാണ്. പുതുപ്പള്ളിക്കവല നിന്നപ്പോഴത്തേനാണ് ഹരിതകർമ്മ സേനാംഗങ്ങൾക്ക് അവിടെ നമ്മുടെ കുന്നേപ്പറമ്പിൽ കിടന്നൊരു പേഴ്സ് കിട്ടിയേ. പിന്നെ അതെ നിങ്ങളെ അറിയാൻ മേലാത്തവരാരോ ഉള്ളേ? അത് കാണിച്ചു അതിൻ്റെ അകത്ത് എന്നൊക്കെയാണ്. 1100 രൂപയുണ്ട്. പിന്നെ ലേഡീസ് പേഴ്സ് അല്ലേ? ലിജി ജെയിൻ കാരാപ്പുഴ അഡ്രസ്സ് കാണിച്ചിരിക്കുന്നത്. പക്ഷേ ആ കാർഡുകളിലൊന്നും അവരുടെ കോണ്ടാക്ട് നമ്പർ ഒന്നുമില്ല. അപ്പം അവിടെ ഒരു സുഹൃത്തുണ്ട് എൻ്റെ. അപ്പം ഞാൻ അവരുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ബാക്കി വിവരങ്ങൾ അടുത്ത വീഡിയോയിൽ കാണിക്കാം. ആധാർ കാർഡ് ലിജി ജെയിൻ അല്ലേ? അവരുടെ അഡ്രസ്സ് കൊടുത്തിരിക്കുന്നത് കാരാപ്പുഴ കോട്ടയം വെസ്റ്റ്. പിന്നെ നമ്മൾ പുതുപ്പള്ളിയിൽ നിന്ന് കാഞ്ഞിരത്തമ്മോട് റോഡിൽ പോയാലും ഒരു കട പോലും തുറന്നിട്ടില്ല. ഇവിടെ ഒരു മെഡിക്കൽ സ്റ്റോർ, വലതുവശത്ത് ഒരു മെഡിക്കൽ സ്റ്റോർ മാത്രമേ ഉള്ളൂ. അതുപോലെ പെട്രോൾ പമ്പും അവധിയാണ്. പുതുപ്പള്ളിയിലെ 2 പെട്രോൾ പമ്പുകളും അവധി തന്നെയാണ്. പുതുപ്പള്ളി തന്നെയല്ല, എനിക്ക് തോന്നുന്ന മിക്ക ജില്ലകളിലെയും പെട്രോൾ പമ്പുകളെല്ലാം അവധിയാണെന്ന് തോന്നുന്നു. ഇത് കാഞ്ഞിരത്തമ്മൂടാണ്. ഇവിടെ ഒരു കട പോലും തുറന്നിട്ടില്ല. എല്ലാം വിജനമാണ്. പുതുപ്പള്ളി നാരകത്തോട് റോഡും എല്ലാം വിജനമാണ്. ഇവിടെ മെഡിക്കൽ സ്റ്റോർ, തുറന്നിരിക്കുന്ന മെഡിക്കൽ സ്റ്റോറുണ്ട്. അതുപോലെ നമ്മുടെ ബെസ്റ്റ് ബേക്കറിയുടെ പാർക്കിങ്ങിൻ്റെ അകത്തും ഒരു മെഡിക്കൽ സ്റ്റോറുണ്ട്, അതും തുറന്നിട്ടുണ്ട്. ഇതിലെയാണ് പാർക്കിംഗ് ഏരിയയിലോട്ട് കയറുന്നത്. അപ്പോൾ ഇവിടെയെങ്ങും മറ്റ് കടകളൊന്നുമില്ല, മെഡിക്കൽ സ്റ്റോർ മാത്രമേ ഉള്ളൂ. കുറച്ച് വണ്ടികൾ മാത്രം ഓടുന്നുണ്ട്, അത്യാവശ്യ സർവീസുകളൊക്കെ ഓടുന്നുണ്ട് മാത്രമേ ഉള്ളൂ. ഇവിടുന്ന് ബസ് സ്റ്റാൻഡ് റൂട്ടിൽ പോയാലും കടകൾ ഒന്നുമില്ല. ഇവിടുത്തെ മെഡിക്കൽ സ്റ്റോറുണ്ട്.
അത് തുറന്നിട്ടുണ്ട്. പിന്നെ ഈ റൂട്ടിൽ ഒന്നുമില്ല. ബസ് സ്റ്റാൻഡിൻ്റെ അകവശമാണ് ഇത്. നമ്മുടെ പുതുപ്പള്ളി റോഡാണ്. ഇവിടെയാണ് കഴിഞ്ഞ ദിവസം ഞാൻ വീഡിയോ ഇട്ട് ഇവിടെ വലിയ കുഴിയായിട്ട് കിടന്നത്. അതെല്ലാം അടച്ചിട്ടുണ്ട്. നമ്മൾ വീഡിയോ ഇടുന്നതിനെല്ലാം ഉടനടി പരിഹാരങ്ങളുമുണ്ട്. ഇത് പുതുപ്പള്ളിയുടെ പരിസരങ്ങളൊക്കെയാണ്. അങ്ങാടി ഇവിടെ എങ്ങും കടകളൊന്നുമില്ല. അതുപോലെ പള്ളിയിലും ഒന്നും അങ്ങനെ തിരക്കില്ല. മറ്റേത് എപ്പോഴും വാഹനങ്ങളൊക്കെ ഉള്ളതാണ്. ഇവിടെയൊന്നും പുതുപ്പള്ളിയുടെ മുൻവശത്ത് ഇവിടെയൊക്കെ ഒരുപാട് കടകളും ബജിക്കടകളും ഒക്കെ ഉള്ളതാണ്. ഇതൊന്നും ഇന്ന് തുറന്നിട്ടില്ല. അവരവിടെ ക്ലീനിങ്ങും പണികളൊക്കെ ആയിട്ട് എല്ലാവരും ഉണ്ട്. ഇവിടെ വെച്ചാണ് നമ്മുടെ ഒരു സുഹൃത്തും അയൽവാസിയും കൂടെയാണ്. അദ്ദേഹം അവിടെ മീൻ ചൂണ്ടയിടുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ പേര് റെജി എന്നാണ്. നമ്മുടെ അയൽവാസിയാണ്. അടിപൊളി സാധനങ്ങളാണല്ലോ. ഇതിനകത്ത് 2 കാര്യമുണ്ടോ? 3 കാരി, 3 അണ്ടികളി. വലിയ കാര്യം, ഒരെണ്ണം വലിയ കാര്യം ആണോ? ഒന്നെടുത്ത് ചാടിപ്പോകരുത്. നമ്മൾ പിടിച്ചോണ്ട് വന്നിട്ട്. ഇത് ഇത്ര വലുപ്പമുള്ളതൊക്കെ എന്നാ? അത് ശരി. മറ്റേ അണ്ടികൾക്കും വലിപ്പം ഉണ്ടല്ലോ അല്ലേ? ചാടിപ്പോയാൽ അവൻ ഇത് ഇത്ര വലിപ്പമുണ്ടോ? ഇത് നമ്മുടെ കരിമീൻ്റെ വലിപ്പമുണ്ടോ? അത് ശരിയാ. ഇതെപ്പം തുടങ്ങിയതാ? ഞാനിപ്പോ ഒരു 15-20 മിനിറ്റ്. ഇവിടുന്ന് പോന്നു കഴിഞ്ഞാൽ ഈ പാറാട്ട് ആശുപത്രിയുടെ മുൻവശത്ത് ഇതുപോലെ തന്നെ ഒരു കുഴി ഉണ്ടായിരുന്നു. അവരവിടെ വന്ന് അതിൻ്റെ മെയിൻ്റനൻസ് വർക്കൊക്കെ ചെയ്തിട്ട് ആ ആൾക്കാർ നടന്നു വരുന്ന ഫുട്പാത്തിലോട്ടാണ് മണ്ണും എല്ലാം കൂട്ടിയിട്ടിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ അവർ ആ ഭാഗത്തേക്ക് നോക്കിയിട്ടില്ല. അതുകൊണ്ടെല്ലാം ആ ഫുട്പാത്തിലെല്ലാം കൂട്ടിയിട്ടിട്ടുണ്ട്. ഈ ഹോസ്പിറ്റലിലോട്ട് വരുന്നവരെല്ലാം ആ സൈഡിൽ കൂടെ വരുന്നത്. അത് അവർക്കൊരു ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഒരുപാട് ആൾക്കാർ അതെന്നെ വിളിച്ച് പരാതിയും പറഞ്ഞിട്ടുണ്ട്. കണ്ടോ, ആ ഫുട്പാത്തിലാണ് ഈ മണ്ണ് മുഴുവൻ അവരവിടെ കൂട്ടിയിട്ടിരിക്കുന്നത്. അതിൻ്റെ തൊട്ട് സമീപത്ത് തന്നെ ഇതുപോലെ തന്നെ ഒരു വർക്ക് ചെയ്തിട്ട് ഇതുപോലെ തന്നെ അങ്ങോട്ട് ആ സൈഡിലോട്ട് മണ്ണെല്ലാം കൂടെ അവർ കൂട്ടിയിട്ടിട്ടുണ്ട്. അവർ ഈ നമ്മളെന്തെങ്കിലും വിളിച്ചൊക്കെ ഇതുപോലെ പരാതിയൊക്കെ പറയുമ്പോൾ അവർ വന്ന് അവിടെ കുഴി അടച്ചിട്ട് പോകുന്നത് ഉണ്ടോ, ആ മണ്ണും എല്ലാം അങ്ങോട്ട് അവിടെ കൂട്ടിയിട്ടിട്ടുണ്ട്. ഒന്ന് ശരിക്കും വൃത്തിയായിട്ട് ഒരു പണി അവർ ചെയ്യത്തില്ല. ഇത് പുതുപ്പള്ളിയുടെ മുൻവശമാണ്. ഇവിടെയൊക്കെ എപ്പോഴും ധാരാളം വാഹനങ്ങളൊക്കെ കാണുന്നതാണ്. ഇന്നിപ്പം തീർത്തും തിരക്ക് കുറവാണ്. അവിടുന്ന് പിന്നെ പോയി കഴിഞ്ഞാൽ നമ്മുടെ കൈതേപ്പാലാണ്. കൈതേപ്പാലത്തൊക്കെ തിരക്കുള്ള സ്ഥലങ്ങളായിരുന്നു. പക്ഷേ ഇന്ന് തീർത്തും വിജനമായിട്ട് ഒരു ആന്ധ്രാപ്രദേശ് വണ്ടി വന്ന് അവരവിടെ ആഹാരമൊക്കെ പാകം ചെയ്ത് കഴിക്കുന്നു. ഹർത്താലായതുകൊണ്ടായിരിക്കും അവർ. കൈതേപ്പാലവും തീർത്തും വിജനമാണ്. ഇവിടെ ഒരു ചെറിയ കട മാത്രം തുറന്നിട്ടുണ്ട്. അത്യാവശ്യം മുറുക്കാനൊക്കെ ഉള്ളൊരു കട മാത്രമേ ഉള്ളൂ. വേറെ ഒന്നുമില്ല.